നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്രാടപ്പാച്ചിലിന് സമാപനം. ഇനി തിരുവോണനാളിലെ ആഘോഷത്തിലേക്ക്. കുപ്രസിദ്ധ മാലമോഷ്ടാവ് കാർഗോ ഡെലിൻസ് പോലീസ് പിടിയിലായി. മുസ്ലിം ലീഗിന്റെയും ദളിത് ലീഗിന്റെയും ആഭിമുഖ്യത്തിൽ കൈപ്പമംഗലത്ത് ശിഹാബ് തങ്ങൾ അയ്യങ്കാളി അനുസ്മരണവും റിലീഫ് വിതരണവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ഉത്രാടപ്പാച്ചിലിന് സമാപനം. ഇനി തിരുവോണനാളിലെ ആഘോഷങ്ങളിലേക്ക്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മലയാളികൾ ഓണത്തപ്പനെ വരവേറ്റു. പൂക്കളമിട്ടും തൃക്കാക്കരയപ്പനെ ഇരുത്തിയും ആറാപ്പു വിളിച്ചും മലയാളികൾ ഓണത്തിനെ സ്വാഗതം ചെയ്തു. മലയാളികളുടെ ഉത്സവമായ ഓണത്തെ വരവേൽക്കാൻ നാടും വീടും ഒരുങ്ങിക്കഴിഞ്ഞു. നാനാമതസ്ഥരും ഓണത്തെ വേർതിരിവില്ലാതെ ആഘോഷിക്കുകയാണ്. ഓണവെയിലും ഓണനിലാവും രാത്രിയെയും പകലിനെയും പ്രകാശപൂരിതമാക്കി മാറ്റുന്നു. തുമ്പയും തെച്ചിയും തുളസിയും നിലവിളക്കും തൃക്കാക്കരയപ്പനും പൂക്കളത്തിൽ ഒന്നിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ച ഒരു നല്ല നാളെയുടെ പ്രതീകമായാണ് മലയാളികൾ കാണുന്നത്. രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ജനങ്ങളെ അലട്ടുമ്പോഴും വിലക്കയറ്റം പൊറുതിമുട്ടിക്കുമ്പോഴും അതെല്ലാം മറന്ന് ഒരേ മനസ്സോടെ കൈകോർത്ത് ആടിയും പാടിയും സമത്വവും സുന്ദരവും സമാധാനവും ഉൾക്കൊള്ളുന്ന അന്തരീക്ഷം കെട്ടിപ്പടുക്കുവാൻ ഒത്തൊരുമിക്കുന്ന ദിനങ്ങളാണ് പൊന്നോണ നാളുകൾ. കള്ളവും ചതിയുമില്ലാത്ത, എള്ളോളം പോലും പൊളിവചനവും ഇല്ലാത്ത മനുഷ്യരെല്ലാം ഒരുപോലെ എന്ന സുന്ദരമായ ഭരണം കാഴ്ചവെച്ച മാവേലി തമ്പുരാന്റെ സങ്കല്പ കേരളം ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുമ്പോഴും ആ ഗൃഹാതുരമായ ഓർമ്മ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ് മലയാളിക്ക് ഓണം. കുപ്രസിദ്ധ മാലമോഷ്ടാവ് കാർഗോ ഡെലിൻസ് പോലീസ് പിടിയിലായി. സ്ത്രീകളെ ആക്രമിച്ച് മാല കവരുന്ന മുക്കാട്ടുകര സ്വദേശി ചെറിയത്ത് മണയിൽ ഡെലിൻസ് എന്ന കാർഗോ ഡെലിൻസിനെയാണ് ഇരിങ്ങാലക്കുട CI TS സിനോജും സംഘവും അറസ്റ്റ് ചെയ്തത്. 2012 പട്ടേപ്പാടത്ത് വെച്ച് 6 പവന്റെ മാല പൊട്ടിച്ച കേസിലും ഇതേ വർഷം തന്നെ ഏപ്രിലിൽ ചാലക്കുടി പേട്ടയിൽ 6 പവന്റെ മാല കവർന്ന കേസിലും 2013 മുരിയാട് വില്ലേജ് ഓഫീസിന് സമീപം യുവതിയുടെ സ്വർണ്ണമാലയാണെന്ന് തെറ്റിദ്ധരിച്ച് മുക്കുപണ്ടം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലും തുമ്പൂരിൽ വീട്ടമ്മയുടെ 7 പവന്റെ മാല കവർന്ന കേസിലും മാർച്ചിൽ യുവതിയുടെ 5.5 പവന്റെ മാല കവർന്ന കേസിലും ഇയാൾ പ്രതിയാണ്. സമീപകാലത്ത് ബൈക്കിൽ വന്ന് മാല മോഷണം നടത്തുന്ന കേസുകളിലെ പരാതിക്കാരെയും മറ്റ് സാക്ഷികളെയും കണ്ട് ചോദിച്ചതിൽ ഉയരത്തിൽ വെളുത്ത സുമുഖനായ ഒരു യുവാവാണ് മോഷണം നടത്തുന്നതെന്ന് മനസ്സിലാക്കിയ ഇരിങ്ങാലക്കുട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുൻപ് ഒട്ടേറെ കവർച്ചാ കേസുകളിൽ പ്രതിയായ കാർഗോ ഡെലിൻസിലേക്ക് പോലീസിന്റെ ശ്രദ്ധ തിരിയുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഡെലിൻസ് പോലീസ് പിടിയിലാകുന്നത്. 19-ാം വയസ്സിലാണ് ഇയാൾ ആദ്യമായി മോഷണത്തിന് പോലീസ് പിടിയിലാകുന്നത്. ഇപ്പോൾ പോലീസ് പിടിയിലാകുന്നതുവരെ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഒട്ടനവധി കവർച്ചാ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് മോഷ്ടിച്ച 2 മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചാണ് ഇയാൾ മാല മോഷണം നടത്തി വന്നിരുന്നത്. ഈ 2 മോട്ടോർ സൈക്കിളുകളും ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മോഷണത്തിന് തിരിക്കുന്ന സമയം ഇയാൾ ഒന്നിനു മുകളിൽ ഒന്നായി ഡ്രസ്സുകൾ ധരിക്കുമായിരുന്നു. മോഷണം നടത്തി നിമിഷങ്ങൾക്കകം ധരിച്ചിരുന്ന ഡ്രസ്സ് തിരിച്ചറിയാതിരിക്കാനാണ് ഇപ്രകാരം ചെയ്തിരുന്നത്. മോഷണം കഴിഞ്ഞതിന് ശേഷം മോട്ടോർ സൈക്കിൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രക്ഷപ്പെടുന്ന ഇയാൾ അടുത്ത മോഷണം നടത്തുന്നതുവരെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ബൈക്ക് സൂക്ഷിക്കുകയാണ് പതിവ്. പോലീസിന്റെ അന്വേഷണത്തിൽ 2 പേർ കൂടി ഈ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഇരിങ്ങാലക്കുട DYSP T ബിജു ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇരിങ്ങാലക്കുട CI TS സിനോജിനെ കൂടാതെ ഇരിങ്ങാലക്കുട SI PR ബിജോയ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് അമ്പാടി, PC സുനിൽ, NK അനിൽകുമാർ, അനിൽ തോപ്പിൽ, TU സുരേഷ് എന്നിവരും സിവിൽ പോലീസ് ഓഫീസർമാരായ റോയ് പൗലോസ്, KJ ജിനേഷ് എന്നിവരും ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ്, ദളിത് ലീഗ് കൈപ്പമംഗലം 9-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അയ്യങ്കാളി അനുസ്മരണവും റിലീഫ് വിതരണവും നടത്തി. ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PB താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എന്നും റിലീഫ് പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനത്തിലും ശ്രദ്ധയൂന്നി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കഴിഞ്ഞ റമദാൻ മാസത്തിൽ കേരളമൊട്ടാകെ എന്നല്ല ഇന്ത്യയിലും പുറത്തുമൊക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഇതുപോലെയുള്ള വേദികളിൽ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടാനും പരിചയപ്പെടാനും നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തെ കുറിച്ച് പരസ്പരം പറയാനും ഒക്കെ ഒത്തുകൂടുന്നവരാണ്. നേരത്തെ ഇവിടെ അംസ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ മാറി നിന്ന് കുറ്റം പറയുന്നവർ എല്ലായിടത്തും ഉണ്ട്.
കഴിഞ്ഞ ദിവസം എന്റെ വാർഡിൽ ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ അംഗനവാടിയുടെ ഹെൽപ്പർ അവിടെ ഇരിക്കുന്നു. അവരുൾപ്പെടെയുള്ളവരുടെ ശ്രമഫലമായി അവരെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ആ പ്രവർത്തനം നടത്തിയത്. PB അമ്മുക്കുഞ്ഞി അധ്യക്ഷനായിരുന്നു. TV സുരേഷ് ബാബു, KK അഫ്സൽ, KB ഹംസ, PA ഇബ്രാഹിം, PK അബ്ദുൽ റഹീം, CA ഗഫൂർ, PA ബഷീർ എന്നിവരും സംസാരിച്ചു. ഡിവൈഎഫ്ഐ ചന്ദ്രാപ്പനി AKG യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഡിവൈഎഫ്ഐയിലേക്ക് വന്നവർക്ക് സ്വീകരണവും ഓണക്കിറ്റ് വിതരണവും നടത്തി. ചന്ദ്രാപ്പനി മടത്തിക്കുളത്ത് നടന്ന പരിപാടി CITU ഏരിയ പ്രസിഡന്റ് VR ബാബു ഉദ്ഘാടനം ചെയ്തു. നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ആളുകൾക്കറിയാം, മനുഷ്യന്റെ ചരിത്രവും മനുഷ്യന്റെ സമൂഹവും വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ആ മാനവ സമൂഹത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷം മുമ്പുള്ള മനുഷ്യൻ ഒരു മനുഷ്യനായി മനുഷ്യജീവിയായി ആവിർഭവിച്ചതിനു ശേഷമുള്ള ഒരു വലിയ കാലഘട്ടം. ഇന്ന് കാണുന്ന പ്രൗഢിയോ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടമോ ഒന്നുമില്ലാത്ത പ്രാകൃതനായി മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലം. ആ കാലത്തെ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് ആവശ്യമായതെല്ലാം ആ സമൂഹത്തിലെ മുഴുവൻ ആളുകളും അധ്വാനിച്ചുകൊണ്ട് നേടിയെടുക്കുകയും ആ നേടിയെടുക്കുന്നവ ആ സമൂഹത്തിലെ മുഴുവൻ മനുഷ്യർക്കുമായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം. പണിയെടുത്തുകൊണ്ട് എല്ലാവരും ഒരേപോലെ പണിയെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ അന്നം അന്ന് ഇരപിടിക്കലാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് അധ്വാനിച്ച് ഇരപിടിച്ച് ആ പിടിക്കുന്ന ആഹാരം ആ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും വയ്യാത്ത ആളുകൾക്കാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക്. യൂണിറ്റ് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. MK രാമചന്ദ്രൻ, MK ഫൽഗുണൻ, AM യൂസഫ്, AJ ജമൈസൻ, PA ഷമീർ, അബ്ദുൽ ഖയ്യൂം എന്നിവരും സംസാരിച്ചു. ചന്ദ്രാപ്പനി SRV പരിസരത്തെ മതമൈത്രി ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. പുലിക്കളി, തെയ്യം, കുമ്മാട്ടിക്കളി, ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പടിയോടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. റിജീഷ് തുമ്പപ്പറമ്പിൽ, ലിഷോയ് കിഴക്കേപ്പുരയ്ക്കൽ, സുരേഷ്, രാഗീഷ്, രതീഷ് എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാറിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികർക്ക് പരിക്ക്. പൊന്നാനി സ്വദേശികളായ എടക്കെഴുത്ത് വീട്ടിൽ ഷാനു, പുത്തൻപുരയിൽ ജസ്ബീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജസ്ബീറിനെ എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷാനുവിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച പുലർച്ചെ 4:30 തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് അപകടമുണ്ടായത്. എയർപോർട്ടിലേക്ക് കുടുംബവുമായി വന്നിരുന്ന കാറും പൊന്നാനിയിലേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. ഇടവേള.